ഉയിരിനുയിരേ ഉയിര് തന്നെയാണോ അത് ഉയിരെടുക്കാൻ ഇറങ്ങി തിരിച്ചാണോ എന്നറിയത്തില്ല. രേണുവിൻ്റെ പുതിയ ആൽബത്തിൻ്റെ ചില ക്ലിപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ട് രസിച്ചത്. നമ്മുടെ സൂര്യയും ജ്യോതിയും അവരിതെങ്ങാണോ ഇതറിയണം. സൂര്യയും ജ്യോതിയും കൂടെ ഓടി നടക്കുന്ന പോലെ തന്നത്തെ ഒരു സാധനമൊക്കെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ആൽബത്തിൻ്റെ അതിമനോഹരമായ സ്ക്രിപ്റ്റ് രേണു വായിച്ച് തൃപ്തി അടഞ്ഞു, നിർവൃതി അടഞ്ഞു. അതിൻ്റെ വസ്ത്രങ്ങൾ മുൻകൂട്ടി കാണിച്ച് രേണു സന്തോഷ പുളകിതയായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ആൽബം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ സ്ക്രിപ്റ്റ് പുളകിതയായ വസ്ത്രം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ അതല്ല പ്രശ്നം. രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എവിടാ റസൽ ഗെയിമിലെ ആ വലിയ മദ്യഷപ്പിൽ നിന്നപ്പോഴത്തേനും രേണു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 7ാമത്തെ പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നളിയ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഒത്തിരി ആറിക്കഴിഞ്ഞാൽ ആറിയ കഞ്ഞി ഇസ്ത പഴങ്കഞ്ഞി പിന്നെ ആറിക്കഴിഞ്ഞാൽ അത് പുളിച്ച കഞ്ഞിയായി മാറും. അപ്പോൾ ഇത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് സാധനങ്ങൾ വരുന്നത്. നിങ്ങൾ ഇച്ചിരി കൂടെ സ്പീഡപ്പ് ആക്കണം കേട്ടോ. റീച്ചൊക്കെ നമുക്കപ്പോൾ കിട്ടും. സ്പീഡപ്പ് ആക്കുക. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ ഷെഫീന ബീവി എന്ന ചാനലിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് രേണുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു നോക്കാം. ഇൻ്റർവ്യൂ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം എനിക്ക് എല്ലാ മാസവും എൻ്റെ ഫാമിലിക്ക് ഒരു തുക തരുന്നായിരുന്നു നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ. എല്ലാവർക്കും അറിയാം. അവരാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. ഒരു പെർഫ്യൂം ബോട്ടിലും കൊണ്ട് അവർ ഈ പരിപാടി തുടങ്ങി. ഇപ്പം അവർ സ്കൂട്ടായി. രേണുവിനെ ഈ ഒരു സാധനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുള്ളിക്കാരി സ്കൂട്ടായി. വാനിഷിങ് ദ ബ്യൂട്ടിയായി. പുള്ളിക്കാരിയാണ് രേണുവിനെ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് അവതരിപ്പിച്ച കുറേ സാഡ് BGM എല്ലാം കൂടെ കുത്തിക്കയറ്റിട്ട്. പുള്ളിക്കാരിനെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. പുള്ളിക്കാരിയോടുള്ള നന്ദി രേണു ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് രേണു സഹായിച്ച ഒരാൾക്ക് നന്ദി രേഖപ്പെടുത്തി രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ പൊതുവെ പുറകിൽ നിന്ന് തിരിഞ്ഞു കുത്താറാണ് പതിവ്. ഇത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചില മാറ്റങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ലക്ഷ്മിയോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് പറയാത്തൊരു പേര് പറഞ്ഞവരുമായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എൻ്റെ ഉള്ളു തുറന്നുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ സ്വന്തം നിങ്ങളുടെ വീടിൻ്റെ മേളിൽ കൂടെ ഇന്നലെ ഒരു കാക്ക മലന്നിങ്ങനെ പറന്നു പോയിട്ട് ഒരു യൂട്ടേണൊക്കെ അടിച്ചു പോയില്ലേ? ഇതുകൊണ്ടാണ് സാധനം. ഇത് രേണു നന്ദി പറഞ്ഞു. ഇതുകൊണ്ടാണ് സംഭവിച്ചത്. ഇനി കാക്ക മലന്ന് പറക്കാത്ത ചിലരുടെ വീടിൻ്റെ മുമ്പ് ഇടിച്ചു കുത്തി മഴ പെയ്തില്ലേ? ഇതാ സംഭവം. ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇങ്ങനെ നടക്കാത്ത പലതും നടക്കും. വേറെ എക്സാമ്പിളൊന്നും പൊതു സദസ്സിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൊതു സദസ്സിൽ ഇനി ഞാൻ തെറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് വരും. നിൽക്കാറായി. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അന്ന് എങ്ങനെയാലും ആ കൊച്ചു എൻ്റെ ഉള്ളു തുറന്നുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ സ്വന്തം കാര്യം നിൽക്കാറായി. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അന്ന് എങ്ങനെയാലും ആ കൊച്ചു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമോ എന്തെങ്കിലും കാണിച്ച് അവർ ജീവിച്ച് പോട്ടെ എന്നല്ല ആദ്യം പിടിച്ച് കയറുവാണ്. അയ്യോ ആ പിഞ്ചു കൊച്ച് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എങ്ങനെങ്കിലും അങ്ങ് ജീവിച്ച് പോട്ടെന്നല്ല അതിക്കറിഞ്ഞ് പിടിക്കുകയാണ്. തോന്നിയാസം കാണിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. ബാക്കിയുള്ളവരെ നാണം കെടുത്തി നശിപ്പിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ജീവിക്കുന്നത് എന്തോ പുണ്യപ്രവൃത്തിയായിട്ടാണോ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അല്ല, ഇപ്പോഴല്ല, റസൽ കൈമിൽ നിന്ന സമയത്ത്. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഒരിക്കലും ഒരു തെറ്റല്ല. സബ്സ്ക്രിപ്ഷനകത്ത് പോസ്റ്റ് ഇടുന്നതും അതിന് വില വർദ്ധിപ്പിച്ചതും അതിലൂടെ സമ്പാദിക്കുന്നതും തെറ്റല്ല. പക്ഷെ അതിലൂടെ പുറത്ത് വിടുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ കോണ്ടന്റുകൾ, അതാണ് ഇവിടുത്തെ പ്രശ്നം. വസ്ത്രം അഴിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ആ പിഞ്ച് കുഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നു, ജീവിച്ചോട്ടെ. എന്തിനാ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈ ചോദ്യം സ്ഥിരം ഫേസ്ബുക്കിൽ വരുന്നതാണ്. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. എന്നാൽ നീയൊക്കെ നാളെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി തുണി ഊരി, നിൻ്റെയൊക്കെ വീട്ടുകാരെ കൊണ്ട് തുണി ഊരിക്ക്. പറ്റുമോ? പറ്റത്തില്ലല്ലോ. നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ തോന്നിയവസ്ഥത്തിന് ജീവിച്ചിട്ട് അതിനെ ആൾക്കാർ ചോദ്യം ചെയ്യുന്ന ഉടനെ ചാടിപ്പിടിഞ്ഞ് പുറപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതല്ല പ്രശ്നം, അതിനകത്ത് നിങ്ങൾ ഇടുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ പാവം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ. അങ്ങനെ എങ്ങനെയെങ്കിലും അല്ലേ ജീവിക്കേണ്ട, നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ജീവിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കുമല്ലോ. എന്തൊരു പറച്ചിലാ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പാവം. ഇത് സ്ഥിരം ഡയലോഗ്, 2 ഡയലോഗുകൾ 3 ഡയലോഗുകൾ സ്ഥിരമായിട്ടും വരും. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. മൂന്നാമത്തെ നിനക്കൊന്നും വേറെ പണിയില്ലേടാ. ഈ 3 കമൻറ്റ് നമ്മൾ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ബാൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറെ എന്തെങ്കിലും വെറൈറ്റി പുതിയതായിട്ടുള്ള സാധനങ്ങൾ ഇടൂ. അപ്പോൾ പാവം എങ്ങനെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ജീവിച്ചോട്ടെ എന്നാണ് പറയുന്നത്. നല്ലതാണ്. സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ലക്ഷങ്ങളുണ്ടാക്കി ജീവിച്ചോട്ടെ.
ജീവിക്കുന്നതാണ് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്കുള്ള പ്രശ്നം. രേണു ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചാനൽ തുടങ്ങി, ചാനലിൽ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി, അതിൽ പിന്നെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി, അതിൽ നിന്നൊരു വരുമാനം ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് വൈബോട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഏതായാലും രേണുവിനൊരു സ്ഥിര വരുമാനമായല്ലോ, ആ കുട്ടി രക്ഷപ്പെടട്ടെ, ആ കുടുംബം രക്ഷപ്പെടട്ടെ, ഇതായിരിക്കും നോർമലി. ഇതിന്റെ ഇടയിൽ തന്നെ വൈറൽ ആയിട്ടുള്ള മനസ്സുള്ളവരുണ്ട്. അതായത് എങ്ങനെ ഒരാളിന് ഇപ്പം അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരെന്ത് ചെയ്യും, ആ രേണു ദാ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, രേണു അതാ വരുമാനം ഉണ്ടാക്കി തുടങ്ങി, ഇവൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ പൊന്നെണ്ണ, എന്തൊരു കണ്ടിട്ട് അസൂയപ്പെടണമെന്നൊന്ന് പറയാമോ? എന്ത് കണ്ടിട്ടാണ് നമ്മൾ രേണുവിൽ അസൂയപ്പെടേണ്ടത്? ഒന്ന് പറഞ്ഞു തരുമോ? ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ എത്ര പുരുഷന്മാരുണ്ടാവും? വൈറലാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, സോഷ്യൽ മീഡിയ ഫെയിം വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ തുണി ഊരി കാണിച്ച് അതിനെ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പേര് വിട്ട് അതിനകത്തൂടെ സമ്പാദിച്ച് അതെന്തോ വലിയ ഓസ്കാർ നേടിയ രീതിയിലാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. ഈ ചേട്ടൻ ഈ രേണുവിൻ്റെ കൂട്ടുകാരികളെക്കാട്ടിൽ നന്നായിട്ട് കുമ്മായം വാരി എറിയുന്നുണ്ട് കേട്ടോ. ചേട്ടന് നല്ല ഭാവി ഇതിൽ ഞാൻ കാണുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഈ സാധനം ഇടുന്നതിന് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഇത് രേണു മാത്രമല്ല കേട്ടോ. രേണുവിനെ ഞാൻ എപ്പോഴും പറയുന്നു, എല്ലാവരും പറഞ്ഞു, രേണു മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ തുണി ഊരി കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്ന, പൈസ ഉണ്ടാക്കുന്ന എല്ലാവരെയാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്, നിങ്ങൾക്ക് തുണി ഊരി സമ്പാദിക്കണോ, സമ്പാദിച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. ഇൻസ്റ്റാഗ്രാം പോലത്തെ പിള്ളേരും പ്രായമായവരും യുവാക്കളും എല്ലാവരും ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടു പൊക്കോ. ഇങ്ങനെ തുണി ഊരി ജീവിക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, അവിടെ പോയി കാണിച്ചു, ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനത്തെ ഓഡിയൻസ് മാത്രം അങ്ങോട്ട് വന്നോളും. അല്ലാതെ ഇവിടെ ഇങ്ങനത്തെ സാധനം ഇട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെയും കൂടെ വലിച്ച് അതിനകത്തോട്ടിട്ട് കഷ്ടം തന്നെ. ബാക്കി പറ. ഇങ്ങനെ വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതായത് മറ്റൊരാളെ ചൂഷണം ചെയ്ത് എങ്ങനെ ജീവിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് രേണുവിന്റെ? ഞാൻ സത്യം പറഞ്ഞ ഫുള്ള് ചോദ്യം ചോദിച്ചു. അപ്പം രേണു അതെ എന്ന് പറഞ്ഞാൽ മതി. അണ്ണ അതുപോലെ ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ രേണു വലിയ ആള്, രേണുവിൻ്റെ അഭിപ്രായം പറയാതെ രേണു വിടുവോ? രേണു അതിനകത്ത് വേറെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കൊള്ളാം, ചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ തന്നെ എന്നെ ഒരുപാട് പേര്, ഇത്രയും മഴയായിട്ട് പോലും ചെമ്പരത്തിൽ എനിക്ക് വന്ന മലയാളീസ് ഒക്കെ എന്നെ കാണാൻ ഒരുപാട് വരുന്നത്. ഇന്നലെ ഒരു അമ്മ വന്നു, ഒരു അമ്മേനെ മരുമകനെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ആ അമ്മ എന്നെ കണ്ട് പൊട്ടിക്കരയുവാണ്. ഞാൻ ഞെട്ടിപ്പോ എന്തോ ഈ സംഭവം. അമ്മ പറയാം, നിന്നെ കണ്ടപ്പോ ആകെ ഇച്ചിരി ഉള്ളൂ, ഈ കുഞ്ഞിനെയാണോ എടുത്തിട്ട് എല്ലാവരും, ഞാനും ഒരു വിധവയാൻ പോണത്, അപ്പൊ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കുന്നു. അവരെന്നെ കെട്ടിപ്പിടിച്ച് കരയുവാ. നിന്റെ ഏത് വിഷമോ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായില്ല. നിന്റെ അമ്മമാര് പെറുക്കി അലയ്ക്കുന്നതാണോ, അതോ നീ കിടന്ന് നീ കഷ്ടപ്പെടുന്നതാണോ, അതോ നിന്റെ ഈ അപരാധം നിനക്ക് നിർത്താൻ പറ്റാത്തതാണോ, ഏത് കണ്ടിട്ടാണ് വിഷമിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് രണ്ടാമത്തെ കോണ്ടന്റിലേക്ക് വരാം. ഈ തവണ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഷെഫീന ബീബിയുടെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. രേണു ഈ റാസൽ ഖൈമയിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് സ്മഗ്ലിംഗ് പരിപാടികൾ നടത്തി, രേണു സ്വർണം കടത്തി, രേണു മയക്കുമരുന്ന് കടത്തി, രേണുവിനെ അവിടെ പുരുഷന്മാർ ആർജിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് ആർജവത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അത് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെയാണ് രേണു പോയെന്നൊക്കെ കുറേ അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് അലിഗേഷൻസ് കൂടെ ആ ചാനൽ റിലീസായിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അതിനു മുമ്പേ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇവിടുന്ന് അങ്ങോട്ട് 18 വയസ്സ് തികയാത്തവർ എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂട്ട് ചെയ്തോ, ഇവിടെ വരാൻ നിങ്ങൾക്കുള്ള സാധനമുള്ളൂ. ഇനി അങ്ങോട്ട് 18 വയസ്സ് തികഞ്ഞവർക്ക് വേണ്ടിയിട്ടും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചധികം പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ വിദേശത്ത് പോയിട്ട് അവിടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. സോ ഫ്യൂച്ചറിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളോ പോയി ഇത്തരത്തിൽ കെണിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, ഈ വോയിസ് നൽകിയ ആൾ ഒരു സെക്സ് വർക്കറാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഒരു വോയിസ് ഷെഫീന ബീക്ക് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ പറയുന്ന സാധനങ്ങൾ നമുക്ക് കേൾക്കാം. എനിക്ക് അവർ പറയുന്ന സാധനങ്ങളോട് എനിക്ക് തീരെ താല്പര്യമില്ല. നമുക്ക് കേൾക്കാം. പിന്നെ ഈ പെൺകൊച്ച് അവിടെ ജോലിയുള്ള ഒരു പെൺകുട്ടി, അവിടെ കുറേ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാരും പുറത്തു വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്ത? ഇവളുടെ കുറെ വയറ് കാണിച്ചത് തുള്ളൽ മാത്രമേ കാണിക്കുള്ളൂ. എന്നിട്ട് അടി കൂടെ വേറെ വ്യാപാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെൺപിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെൺപിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കിയിട്ട് ഇവിടെ ഡ്രഗ്സ്, അതിനുശേഷം പിന്നെ ഇവർ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അതായത് അവിടെ നടക്കുന്ന വലിയൊരു ബിസിനസ് മാഫിയയെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. രേണുവിനെ ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന ഗുണപാഠം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുന്ന് തീരെ ദരിദ്രരായിട്ടുള്ള കുടുംബത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന സാമ്പത്തിക കടക്കണിയിലുള്ള സ്ത്രീകളെ അവർ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരെ പെടുത്തുമ്പോൾ ഇവരിപ്പോൾ അവൾ പോയി നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും, നമ്മുടെ കടബാധ്യതകൾ തീരും എന്നുള്ള പല ഉദ്ദേശത്തോടെ ആയിരിക്കും ഇവർ കയറി പോകുന്നത്. സോ അവരവിടെ ട്രാപ്പാവും.
10-15 ദിവസം അവരെ അവിടെ നിർത്തി ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അത്യാവശ്യത്തിന് പൈസ കൊടുത്ത് തിരിച്ച് നാട്ടിൽ കൊണ്ടുവിടുമെന്നാണ് പറയുന്നത്. സോ വിദേശത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി ആൾക്കാർ ഇമാതിരി വിഷ്യൂസ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ഈ പബ്ബി നിർത്തുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പബ്ബി നിർത്തുന്നു, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, തിരിച്ച് നാട്ടിലേക്ക് വിടുന്നു പറയുന്നുണ്ട്. ഞാൻ അവിടെയുള്ള കുറച്ച് ആളുകളോട് തിരക്കിയപ്പോഴും ഇത് തന്നെ പറഞ്ഞു, എടാ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്, ഇത് ഇല്ലീഗലാണ്, പക്ഷേ ഇതിവിടെ ഭയങ്കര സാധാരണമായിട്ട് നടക്കുന്നതാണെന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും അൾട്ടിമേറ്റ് സാധനം നിങ്ങളുടെ മക്കളോ നിങ്ങളോ പോയി ഇത്തരത്തിലുള്ള കെണിയിലേക്ക് പോയി ചാടാതിരിക്കുക. അത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരും ഉണ്ടാവില്ല, മനസ്സിലാക്കുക. ബാക്കിയൊക്കെ ഈ ഡ്രഗ്സിന്റെ മാഫിയയാണ് അത്. ഞാൻ ഇന്നലെ വിട്ടുപോയത് പറയാൻ. ഒരുപാട് എണ്ണത്തിനെ എനിക്കറിയാം ഇവിടെ. പക്ഷെ ഞാൻ പറയല്ലേ ചേച്ചി, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തിട്ട് തരാം. ഇവന്മാരൊക്കെ ഒരുപാട് പേരെ എനിക്കറിയാം. കാര്യം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന ആളാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറിയെന്ന് ഉള്ളെങ്കിൽ പോലും എന്നോട് ഇഷ്ടമുള്ള, എന്നോട് സ്നേഹമുള്ള ഒരുപാട്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. നമുക്ക് ഈ വോയിസ് തന്ന ആള് അവരുടെ ഇടയ്ക്ക് നിന്ന ആളാണ്, നമുക്കല്ല. ഷബീന ബേബിക്ക് ഈ വോയിസ് കൊടുത്ത ആള് അവരുടെ ഇടയ്ക്കുള്ള ഒരാളാണ്, അവരുമായിട്ടൊക്കെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അതിലൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഇപ്പം നന്നായിട്ടാ നോക്കുന്നൊന്നും പറയുന്നുണ്ട്. ബാക്കിയൊക്കെ ഇനി വേറെ ഒന്നുമില്ല ഇവിടെ. ഈ രേണുസുതി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ തങ്കച്ചൻ ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. ചേച്ചിയുടെ പണിയെന്ന് ഞാൻ ഇതിനെ താരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ എന്തിനു പറയാനാണ്. അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരാള് രേണുവിനെ കുറിച്ച് പറയാണ്, അവളിവിടെ അഴിഞ്ഞാടി ജീവിക്കുന്നു, അവള് കണ്ടോമറൊക്കെ പുറകെ പോകുന്നു. ചേച്ചി കുലസ്ത്രീ കളിക്കുകയാണ്. ചേച്ചി കുലസ്ത്രീ കളിക്കുമ്പോൾ ചേച്ചിയോടെ ചെയ്യുന്ന പണി എന്താണ്? കഷ്ടം. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോൾ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോൾ ഇവളെ കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാര്. ഈ നായിന്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവള് വിളിക്കുമ്പോൾ അപ്പം ഇതാണ് ചേച്ചിയുടെ പ്രശ്നം. രേഷ്മ തങ്കച്ചൻ എങ്ങനെയാലും ജീവിച്ചു പോക്കട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അവള് വരുമ്പോൾ കുറെ ഓൺലൈൻ മീഡിയക്കാർ, അവള് പോകുമ്പോൾ കുറെ ഓൺലൈൻ മീഡിയക്കാർ. അതെവിടെ ചേച്ചി എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നം എന്താ? അത് ചേച്ചിയുടെ ബിസിനസ് ഇടി പഴിച്ചോ, അടി കിട്ടിയോ? നിങ്ങൾക്ക് അവരെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാം. പക്ഷേ ഇത് പ്യുവർലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അസൂയയുടെ പുറത്ത് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം, അതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ഞാനൊരു കുലസ്ത്രീയും അവൾ വെറും ചെറ്റിയും എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇതേ വർക്കാണ് അവിടെ ചെയ്യുന്നത്, ഞാൻ അവരുടെ ഇടയ്ക്ക് കിടന്ന് മെഴുകുന്ന ടീമുകളായിരിക്കുമെന്ന്. ഇത് കറക്റ്റ് എങ്ങനെയാണെന്നറിയോ? ഈ രേണുവിൻ്റെ ശിങ്കിടി ഉണ്ടല്ലോ, രേണുവിൻ്റെ ശിങ്കിടി ആയിട്ടുള്ള ആൾ ഇപ്പോൾ വായിൽ സിബിട്ട് വെച്ചേക്കുക, വാ തുറക്കാൻ പറ്റൂല ഈ മാതിരി വിവാദങ്ങളൊക്കെ വന്നിട്ട്. സോ ഇപ്പോൾ ആൾ ചെയ്യുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അവരും ഈ രേണുവും കൂടെ സ്വർണം ഒക്കെ ദേഹത്ത് വാരി പെറുക്കി ഇട്ടിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തിടുകയാണ്. സജീനയും രേണു സ്വർണം കടത്തി, സജീനയും രേണു സ്വർണം തലം കുത്തിയിരുന്നു. നിങ്ങൾ ഈ ഫ്രെയിമിൽ എവിടെയാണ്? രേണു ഓക്കെ, നിങ്ങൾ ഈ ഫ്രെയിമിനകത്ത് എവിടെയാണ്? ഒരു 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 സ്പേസ് ഉണ്ട്, ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടി തലയിട്ടിട്ട് ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലുണ്ട് നിങ്ങൾ ചെയ്യുന്ന സാധനം. നിങ്ങൾ ഈ ഫ്രെയിമിൽ ഇല്ല. നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് മാറി നിന്ന് വേറെ 2 വിവാദം ഉണ്ടാക്കും, അല്ലെങ്കിൽ രേണുവിനെ കുറേ കുമ്മായ വാരി വെളുപ്പിക്കാൻ നോക്ക്. ഞാനും ഉണ്ട് കേട്ടോ, ഞാൻ കടന്നുണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ പൊന്നു വിവരമില്ലാത്തവരെ നിങ്ങളൊക്കെ ഉള്ളേ പോകും, മനസ്സിലാക്കിക്കോ. വരാൻ ഇവൾ ആരാണ്? ഇവൾ ഇന്നലെ മെനഞ്ഞാന്നെങ്ങാണ്ട് ഇവളെ പ്രൊഫൈൽ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു, മറ്റേ നമ്മുടെ സണ്ണി ലിയോന്റെ കൂടെ. ഇവൾ ഇരുന്ന് ചിരിക്കുന്ന ഒരു AI പിക്ചർ. ഇവളുടെ സംസ്കാരം മനസ്സിലായില്ലേ? അതോടുകൂടി ഇവളുടെ സംസ്കാരം മനസ്സിലായി. ഇവൾ ഏതാണ്? ഇവള് ഉപമിക്കാൻ നോക്കുകയാണ്. സണ്ണി ലിയോൺ ഇതൊക്കെ ആവാമെങ്കിൽ രേണു സുധിക്ക് എന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ എവിടെ കിടക്കുന്നു, ഇവൾ എവിടെ കിടക്കുന്നു? സണ്ണി ലിയോൺ വീട്ടിൽ കിടക്കുന്നു, രേണുവിൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നത് എവിടെ കിടക്കുന്നു? ഇതിനകത്ത് എനിക്ക് ഈ വോയിസ് തന്ന സ്ത്രീ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാനേ പറ്റില്ല. ഇവർ സെക്ഷൽ വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് ഇവർ ഈ വർക്ക് ചെയ്യുന്ന ആളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്തിട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള രീതി ഇൻസൾട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങളൊരു കുലസ്ത്രീ അല്ലാന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രേണു സണ്ണി ലിയോണിൻ്റെ കൂടെ ഇട്ട ഫോട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കഴിഞ്ഞ തമ്മിലെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. രേണു ഇപ്പം നമ്മളെക്കാട്ടിലും ക്രിയേറ്റീവ് ലെവലാണ്. സണ്ണി ലിയോൺ, ജയൻ, പിന്നെന്തോ സ്വർണം വാരിപ്പിറക്കി മണ്ടക്കൂടിയിട്ടുണ്ടെങ്കിൽ ഫുൾ AI-യുടെ കളിയാണ് രേണു. ഇപ്പോൾ രേണു ടെക്നിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആണ്, മനസ്സിലായോ? രേണുവിനുള്ളതാണ് ഈ പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഈ സ്ത്രീ വിഷയ കേസിൽ എങ്ങനെയും തലയൂരണമെങ്കിൽ രേണുവിന് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഇമാതിരി പരിപാടികൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വീണ്ടും കത്തിക്കാനായിട്ട് രേണു ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ
മനു എന്തൊരു ഒരുത്തനുണ്ടല്ലോ, എന്തോ ഒരു നായരോ എന്തോ ഒരുത്തൻ, മനു എന്ന് പേരുള്ള ഏതോ ഒരുത്തൻ എന്നെ കൂടെ പറയിക്കാനായിട്ട്, അവൻ്റെ കൂടാണ് ആദ്യം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് ആരംഭിച്ചത്. അവനാണെങ്കിൽ ഫുള്ള് ഷെഡ് ഇട്ടുകൊണ്ട് ബീച്ചിൽ കൂടെ റംബ ഹോയ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ. അവൻ്റെ കൂടെ ആ ഫോട്ടോയിലാണ് ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എങ്ങനെയും വേറൊരു വിവാദം ഉണ്ടാക്കണം. മറ്റേ ഈ ന്യൂസ് ചാനലുകാരും രാഷ്ട്രീയക്കാരൊക്കെ ചെയ്തില്ലേ, വേറൊരു വിവാദം ഉണ്ടാക്കുമ്പോഴത്തേനും ഈ വിവാദം ഒന്ന് അടങ്ങും, മുങ്ങും, വേറെ വിവാദം ഉണ്ടാക്കും. രേണുവിൻ്റെ കയ്യിലിരിക്കല്ലേ വിവാദം. വീട് ചോരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, മഴക്കാലല്ലേ, വീട്ടിനകത്ത് വെയിലടിക്കുന്നു എന്ന് പറഞ്ഞൊരു വിവാദം അങ്ങോട്ട് ഉണ്ടാക്കി രേണു. ആര് ചോദിക്കാൻ, കത്തും, സോഷ്യൽ മീഡിയ നിന്ന് കത്തും, കേരളം മൊത്തം പുഴുങ്ങും ചെയ്യങ്ങോട്ട്. ബാക്കിയേക്കാം. ബഹറിൽ വന്നിട്ട് ഇവൾ ഒരു ഫ്ലാറ്റിൽ ഇവളെ റൂം എടുത്ത് അവിടെ നിർത്തിയേ കയറുന്നത് 15 ദിവസം. ഇവൾ ഒരു ബഹറിൽ ഇവൾ എന്ത് തേങ്ങ പോയത്, ബഹറിൽ പോയത് ഈ 15 ദിവസം ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വെടി കസ്റ്റമർ, പണ്ണല് തന്നെ, വേറെ എന്താ വെടി കസ്റ്റമർ, പണ്ണല് തന്നെ. ഇത് ഈ പറയുന്നതൊരു കുലസ്ത്രീ. എനിക്ക് അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പൊളിഞ്ഞ സാധനം. നിങ്ങൾ മിനിമം നിങ്ങൾ ഈ വർക്ക് ചെയ്ത് ജീവിക്കുന്ന നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളത് മാന്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണ്ടേ. ഇതൊരുമാതിരി എൻ്റെ കാലിൽ മന്ത് വന്നാലും കുഴപ്പമില്ല, അവൻ്റെ കാലൊടിയെന്ന് എനിക്ക് കാണണം. ഈ ഒരു സെറ്റപ്പിലാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പം രേണുവിനെതിരെ ഇത്രയും അലിഗേഷൻസ് വരുന്നു. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്ന്, രേണു ഇതിനെതിരെ ലീഗൽ ആക്ഷൻ എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. 2, രേണു ഇതിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിട്ടില്ല. 3, ഈ ഒരു ആക്ഷേപം ഇവരാരും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുന്നത്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് കരുതുക. കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ ഒരാൾ അതിലൂടെ നടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ട് ലവൻ കണ്ണുകൂടനാ, ലവൻ കുരുടനാ എന്ന് പറയുന്ന പോലുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന സാധനം. നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആരോപണങ്ങളല്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാന്ന് തന്നെ വെച്ചോ, നിങ്ങൾ ഈ പറയുന്ന ശരിയായിട്ടുള്ള ആരോപണങ്ങളെല്ലാം മുങ്ങിപ്പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാര രീതി. നിങ്ങൾക്ക് നല്ല അസൂയുണ്ടെന്നാണ് എനിക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേണു നല്ലതെന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. ചിലപ്പോൾ ഈ സ്വർണ്ണക്കടത്തുണ്ടാവാം, ചിലപ്പോൾ ഈ ലഹരിക്കടത്തുണ്ടാവാം, ചിലപ്പോൾ ഈ പറയുന്ന മറ്റേ ഉത്സവ പരിപാടികളുണ്ടാകാം, നമുക്കറിയില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിതറിയാൻ പറ്റും. കാരണം രേണുവിനെ വീണ്ടും ചെമ്പരുത്തി, ചെമ്പഴുക്ക, തെച്ചിപ്പൂ, ജമന്തിപ്പൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇനോഗ്രേഷന് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സംശയിക്കാം. കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ലവ്മാരി ചീത്തപ്പേര് പേടിച്ച് ലവ്മാരി കണ്ടം വഴി മുണ്ടും പൊക്കി ഓടി എന്നുള്ള നിഗമനത്തെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നോക്കാം. രേണു വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. എൻ്റെ കരിയറിൽ ഇന്നവരെ ഒരു ഇനോഗ്രേഷന് പോയിട്ട് പ്രൊമോഷന് വേണ്ടി 15 ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞെട്ടിച്ച്. ഇതിനകത്ത് ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട് ഈ രേണു പോയതിൻ്റെ പിന്നിൽ. ഇത് രേണുവിനെ കൊണ്ടുപോയിരിക്കും ദൈവം തമ്പുരാന് മാത്രം അറിയാം. പിന്നെ ഈ ചെമ്പരത്തി, വത്തിക്കാൻ എന്നൊക്കെ പറയുന്ന ടീമുകളൊന്നും രംഗത്ത് വരുന്നില്ല. ഇതൊക്കെ ആരും ഇതിൻ്റെ ഓണർമാർ, ആർക്കറിയാം. പണ്ട് കിട്ടിയ കാശ് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞെളിഞ്ഞത്. അതിൻ്റെ ഇടയിലാണ് ഇവള് ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞു പോയത്. സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിലോട്ടൊന്നും പറയാതിരിക്കാൻ നല്ല, ബാക്കിയേക്കാം. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ എത്രയും പെട്ടെന്ന് ഇപ്പൊ അവിടെ ചാടി. അതിനേക്കാളും വലിയൊരു കാര്യം, എനിക്ക് നാട്ടിലൊരു മൂത്ത കാമുകനുണ്ട്. അവനെ തിരിയാൻ രേണുവിന് നാട്ടില് മൂത്ത കാമുകൻ ഒന്നോ? രേണുവിന് തന്നെ അറിയാൻ പാടില്ല എത്ര പേരുണ്ടെന്ന്. ആദ്യം പറഞ്ഞു പട്ടാളക്കാരനാണ്, പിന്നെ പറഞ്ഞു പട്ടാളക്കാരനല്ല, തുടങ്ങുന്ന ഒരു മുസ്ലിം യുവാവാണ്, പിന്നെ പറഞ്ഞ് ഞാൻ 2ാമത് വിവാഹം കഴിക്കാൻ പോവാന്ന്, പിന്നെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. രേണുവിന് പോലും ഉറപ്പില്ല എത്ര കാമുകന്മാരുണ്ടെന്ന്. ഈ കാമുകനെക്കുറിച്ചുള്ള ക്ലൂ കൊടുക്കാൻ പാടില്ല. കാമുകനെക്കുറിച്ചുള്ള ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഒരു കാമുകനെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാരണം രേണു തന്നെയാണ് പലപ്പോഴായിട്ട് പലരുടെയും പേരുകൾ പറയുന്നത്. പേരുകളല്ല, പലരിലേക്കും വിരൽ ചൂണ്ടുന്ന ഹിൻഡുകൾ നൽകുന്നത്. ഈ രേണു ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് രേണുവിൻ്റെ തലയ്ക്ക് ഇപ്പോൾ ഇടുത്തിയായിട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് റീച്ചിന് വേണ്ടി പല തോന്നിയ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും തലയുരാൻ പറ്റാത്ത പോലെ. അതാണ്, അതൊക്കെ വിളിച്ചിട്ട് വരും. 10 ദിവസം പുള്ളി അതൊക്കെ വിളിച്ചിട്ട് വരും. പിന്നെ നമ്മള് സുധിയുടെ മറ്റേ ടീഷർട്ടും ടോപ്പും കൊണ്ടും പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് റീൽ ചെയ്തായിരുന്നു. വെറും പൊള്ളയടിച്ച്, ഇതൊക്കെ വെറും അഭിനയമാണ്. ഇതൊന്നും നാട്ടുകാരെ പറ്റി ഇവളെ പേരിൽ സെന്റി അടിച്ച് നടക്കുന്നത് ആരാണ്? കുറെ മണിയിലത്തെ ചങ്ങാതികളും മറ്റേ ചാന്ത് പൊട്ടുകളും നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കുറച്ച് ടീമുകളും. ചാന്ത് പൊട്ടും ചങ്കരനൊത്തും ആ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. രേണുവിനെ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ടീംസിൽ മെജോറിറ്റിയും ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത, തീരെ ബോധമില്ലാത്ത, വിവരമില്ലാത്ത വെറും മറ്റ് ടീമുകളാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതിൽ ചിലർ. എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. നമ്മൾ രേണുവിനെ വിമർശിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. സപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യായമാണോ എന്നും കൂടെ ചിന്തിച്ചിട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. എനിക്ക് അത്രേ ഉള്ളൂ.
ഉള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളൊക്കെ ഞാൻ അതിഭീകരമായി കാണുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ടെല്ലാം എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തോന്നിയ ദിവസം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം കേട്ടോ. യൂട്യൂബിലുള്ള നല്ല ഓഡിയൻസിനോടല്ല, ഫേസ്ബുക്കിലുള്ള നല്ല ഓഡിയൻസിനോടല്ല, ഫേസ്ബുക്കിലുള്ള ചില നോടാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് രേണുവിൻ്റെ ഇപ്പോൾ കത്തി നടക്കുന്ന വിഷയം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. രേണു ഇത്തരത്തിലുള്ള കുൽസിത പരിപാടികൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എനിക്കറിയാൻ പാടില്ല, പോലീസ് അന്വേഷിക്കട്ടെ. മറ്റൊരു വീഡിയോ കാണുന്നവരെ.